ഈ കാണുന്ന ഫോട്ടോ ഞാൻ ഒരു മൊബൈലിൽ എടുത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാം. കഥ പറയട്ടെ. ഞാൻ ജിതുൻ ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫറാണ്. ഇത് ഞാൻ നമ്മുടെ IQ എന്നുള്ള മൊബൈലിൽ എടുത്തൊരു ഫോട്ടോ ആണ് കേട്ടോ. IQൻ്റെ 30 എന്നുള്ളൊരു മൊബൈലിൽ എടുത്തൊരു ഫോട്ടോ ആണ്. IQ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു ഗെയിമിംഗ് ഫോണാണ്. അവർ എനിക്കൊരു ക്യാമ്പയിൻ കൊണ്ടുവരാണ്, നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. ഞാനിപ്പോൾ മലേഷ്യക്ക് പോകാൻ ഉള്ള ടൈമായിരുന്നു. അപ്പോൾ ഒരു പറഞ്ഞ കുറച്ച് പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ശരി, ഞാനപ്പോൾ പോയി ട്രൈ ചെയ്യാം എന്നുള്ള രീതിയിൽ അവിടെ ഒരു മോഡലായിട്ട് കോൺടാക്ട് ചെയ്തു. അങ്ങനെ നമ്മളൊരു ഷൂട്ട് പ്ലാൻ ചെയ്യാണ്. ഓക്കെ, അന്ന് ഞാനെടുത്ത കുറച്ച് ഫോട്ടോസാണ്. അന്ന് ആക്ച്വലി അവിടെ നല്ല മഴയായിരുന്നു. അപ്പം ഒരു ചെറിയൊരു ഏരിയ മാത്രമേ നമുക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മോഡലിൽ 2 മണിക്കൂർ മാത്രമേ ആൾക്ക് ഷൂട്ടിനുള്ള ടൈം ഉണ്ടായുള്ളൂ. അപ്പോൾ കുറച്ച് ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ കുറച്ച് നല്ല ഫോട്ടോസ് കിട്ടി. അങ്ങനെ എടുത്ത കുറച്ച് ഫോട്ടോസാണ് കേട്ടോ ഇതൊക്കെ. ഇത് നമ്മൾ IQൻ്റെ 4X എടുത്ത ഫോട്ടോ ആണ് കേട്ടോ. ആക്ച്വലി പോർട്രേറ്റിൽ 4X എന്നുള്ള അതാണ് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണുകളുണ്ടാവും, അതിൽ പോർട്രേറ്റ് മോഡ് യൂസ് ചെയ്യാൻ ശ്രമിക്കട്ടെ. അങ്ങനെ ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ഭയങ്കര ഇഷ്ടമാണെന്ന് വെച്ചാൽ നിങ്ങൾ പോർട്രേറ്റ് മോഡ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൽ സ്ലൈഡർ ഉണ്ടാവും. മോസ്റ്റ്ലി എല്ലാത്തിലും ഒരു അപ്പർച്ചർ എന്നുള്ള സ്ലൈഡർ ഉണ്ടാവാം മോസ്റ്റ്ലി. ആ സാധനം ഒന്ന് കുറച്ച് 1.2 1.8 അതൊക്കെ ആക്കി കഴിഞ്ഞാൽ നല്ല ബാക്ക്ഗ്രൗണ്ട് ബ്ലറൊക്കെ ഉള്ള ഫോട്ടോസ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ 3X ഒക്കെ സൂം ഉണ്ടെന്ന് വെച്ചാൽ അത് ഇട്ടിട്ട് നിങ്ങൾ ആ അപ്പർച്ചർ സെറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ബാക്ക്ഗ്രൗണ്ട് ബ്ലറും കംപ്രഷനൊക്കെ നൈസായിരിക്കും. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കുക. 1X-നേക്കാളും കൂടുതൽ എനിക്ക് പോർട്രേറ്റ് എടുക്കാൻ ഇഷ്ടം 3X 4X എന്നുള്ള റേഞ്ചിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്ത ഫോട്ടോ ഉണ്ട്. ബാക്കിയുള്ള ഫോട്ടോസ് ഞാൻ അപ്ലോഡ് ചെയ്യട്ടെ. ഞാൻ അന്ന് എടുത്ത ഫോട്ടോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല ലൈറ്റ് ശ്രദ്ധിച്ചോളൂ. ഞാൻ ഉച്ചയ്ക്ക് എടുത്താൽ ഇത്രയും ഭംഗിയൊന്നും കിട്ടില്ല. നല്ലൊരു ഈവനിങ് ടൈം അല്ലെങ്കിൽ മോർണിംഗ് ടൈം, അല്ലെങ്കിൽ നല്ല ക്ലൗഡി ടൈമിൽ നല്ല സ്ഥലത്തൊക്കെ പോയി ബാക്ക്ഗ്രൗണ്ടിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇതിൻ്റെ കൂടെ നമുക്കൊരു തെർമോക്കോളിൻ്റെ കഷ്ണമൊക്കെ വെച്ചിട്ട് നമുക്ക് സൈഡിൽ നിന്ന് ഒരു റിഫ്ലക്ഷനൊക്കെ കൊടുക്കാൻ പറ്റിയ സൂപ്പറായിട്ട് ഇതിനേക്കാളും നന്നായിട്ട് ഔട്ട് കിട്ടും കേട്ടോ. അന്ന് പിന്നെ കുറച്ച് ക്ലൗഡി ആയിരുന്നു, നല്ല മഴയായിരുന്നു, നമുക്ക് അധികം പുറത്തൊന്നും പോകാൻ പറ്റിയില്ല. അവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് വീണ്ടും കാണാം. ബൈ.